ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനൊരു ഷോർട്ടാക്കിയിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എന്നും നീക്കാറുണ്ട്. ചിരിക്കല്ലേ, സീരിയസ് ആയിട്ടിരിക്കണം. ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ചിരിക്കല്ലോ, സീരിയസ് അമ്മ. തുപ്പല് തെറിക്കണോ? തുപ്പല് തെറിപ്പിക്കല്ലേ. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫിനെ പറ്റി അമ്മ ചിരിക്കല്ലേ അമ്മ. മാനം കിട്ടത്തല്ലേ. അയ്യേ, ഇതിപ്പോ ചിരി മാത്രാവും. ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ട്. എന്നൊക്കെ ഞാൻ പറയട്ടെ. ഹായ്, സീരിയസ് തുപ്പണെന്താ അമ്മ? നമ്മുടെ അടുത്ത് മൈക്കൊന്നും ഇല്ല. എന്ത് ചെയ്യാനാ? ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം. ലൈറ്റ് പോവമ്മ. സീരിയസ് ആയിട്ട് പിന്നെ സഹിച്ചു പിടിക്കുന്നുണ്ട്. ഓക്കെ, ചിരിക്കണം ആള് കഴിഞ്ഞിട്ടാട്ടോ. അപ്പൊ 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് നീക്കാറുണ്ട്. ഞാൻ വേഗം ബ്രഷൊക്കെ ചെയ്ത് ഞാൻ 7 മണിക്ക് നീക്കൂട്ടോ ഗൈസ്. നീ മിണ്ടല്ലേ, നിന്റെ. എന്നിട്ട് ഞാനും താഴെ പോകുമ്പോ അമ്മ അവിടെ നീച്ച് കിച്ചണിലായിരിക്കും. ഞാൻ അമ്മേനെ കിച്ചണിൽ സഹായിക്കും. എന്നിട്ട് ഞാന് പിന്നെ അമ്മയ്ക്ക് വേണ്ടി ചായ ഒക്കെ വെക്കും. ചായ വെച്ച് ഈ വീഡിയോയില് ഫുള്ള് കള്ള. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, കറക്റ്റാട്ടോ ഗൈസ്. ഇനി കുറച്ചൊരു 7 മണിക്ക് എണീക്കും. ഞാനും 7 മണിക്ക് നിൽക്കാറുണ്ട്. ഞാൻ കിച്ചണിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. 11 മണി അങ്ങനെ പറയാൻ പാടില്ല. ഇത് ഡേ ഇൻ മൈ ലൈഫാ. നമ്മൾ കുറച്ച് കള്ളത്തിലൊക്കെ പറഞ്ഞാലേ നമുക്ക് ഇതാവാൻ പറ്റുള്ളൂ. പിന്നെ ചില ദിവസങ്ങളില് രാവിലെ അമ്മ അനിയന് നല്ല ഉറക്കായിരിക്കും. അപ്പൊ ഞാൻ വേഗം മിണ്ടായിരിക്കടാ, കറിക്കട കിച്ചണിൽ പോയിട്ട് അമ്മയ്ക്ക് ചായ ഒക്കെ ഇട്ട് ഞാൻ ഹീറോനെ പുറത്തേക്കൊക്കെ വിടും. അവന് രാവിലെ നീച്ച മൂത്രമൊക്കെ ഒഴിക്കണല്ലോ. എന്നും ഞാനാ ചെയ്യാറത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ പോവാനാവുമ്പോഴേക്കും അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി കൊടുക്കാറ്. അമ്മ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പിന്നെ അയ്യോ, എന്റെ മുഖം കറുത്തു. എന്റെ കൈ, എന്റെ മുഖം കണ്ണു നോക്ക്. അപ്പൊ രാവിലെ അമ്മയ്ക്കുള്ള ഞാൻ പോകട്ടോ. അമ്മ ചിരിച്ചിട്ട് അത് കൊളായത്. അപ്പൊ രാവിലെ അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഞാൻ വേഗം രാവിലെ തന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാന് അനിയനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി അവന്റെ ടീച്ചർ അല്ല അത്ഭുതമായിട്ട് 11 മണിക്ക് എന്നിട്ട് ചോറും പാത്രം കൊണ്ട് വിളിക്കാം. അമ്മ സീരിയസ്, അമ്മ ലേറ്റ് പോമ്മ. അമ്മ പേ നോക്കല്ലേ, വീഡിയോ എടുക്കല്ലേ. അപ്പൊ അങ്ങനെ അനിയന് ടിഫിനൊക്കെ ബാഗിൽ വെച്ചു കൊടുത്ത് അവന്റെ യൂണിഫോം ഒക്കെ ഞാൻ തന്നെയാണ് ഇന്ന് രാവിലെ അയൺ ചെയ്യാറ്. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ മുത്തശ്ശിയും കാണാൻ പോകാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെ അവരുടെ വീട്. അവരെ കാണാൻ പോയി അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കുറച്ചു നേരം അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്ക് അമ്മയ്ക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ആക്കി വെച്ചിട്ടാണ് പോവാറ്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്മ ചിരിക്കല്ലേ,
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്മ ഇവിടെ നോക്കിയിരിക്കാം. അമ്മ എന്താ ഇങ്ങനെ കുടുംബശ്രീക്ക് പോയ മാതിരി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്മ കഴിച്ച്. ചില ദിവസം അമ്മയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഫോഴ്സ്ഫുള്ളിയാണ് അമ്മോട് കഴിക്കാൻ പറയാറ്. അപ്പോഴും അമ്മയ്ക്ക് ഒരു ചായ കുടിക്കണം എന്നുണ്ടാവും. അപ്പോഴും അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറച്ച് സത്യം പറഞ്ഞു യൂണിഫോം കറക്റ്റ്. കുറച്ച് സത്യം പറഞ്ഞു ചിരിപ്പിക്കല്ലേ. അച്ഛൻ്റെ മോൻ കണ്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു. നിങ്ങളെ മുഖം ഞാൻ കാണുന്നത് ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്ക് അമ്മ കഴിച്ചൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ചായ വേണമെങ്കിൽ ചായ വെച്ച് കൊടുത്ത് ചായ ഒക്കെ വെച്ച് കൊടുത്ത് ചൂലെടുത്തു ഞാൻ ലൈഫ് അമ്മ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അമ്മ വേഗം അമ്മ കഴിച്ച പ്ലേറ്റ് അപ്പുറത്ത് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവെക്കും. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഞാൻ അമ്മ പോകാൻ വേണ്ടി അമ്മയ്ക്ക് വണ്ടിയൊക്കെ തിരിച്ചു വെച്ച് കൊടുക്കും. അമ്മയ്ക്ക് ഇപ്പോഴും വണ്ടി തിരിക്കാൻ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് വണ്ടിയൊക്കെ തിരിച്ചു വെച്ച് അമ്മ നേരെ സ്കൂളിൽ പോവും. സ്കൂളിൽ പോയാൽ പിന്നെ അമ്മയ്ക്ക് അവിടെ ലഞ്ചും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. കാരണം അമ്മ അവിടെ ടീച്ചർ HM ഒക്കെ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം അത് കഴിഞ്ഞ് ഞാൻ ഹീറോനുള്ള മുട്ടയൊക്കെ ആക്കി കൊടുത്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് അമ്മ അനിയനൊക്കെ തിരിച്ചു തരാറാവും. അമ്മ വരുമ്പോഴേക്കും ഞാൻ ചായയും എന്തെങ്കിലും പലഹാരം അമ്മ അത് എന്തത് അമ്മയ്ക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ വൈകുന്നേരം അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ അധികം പണിയൊന്നും ഉണ്ടാവാറില്ല. ഞാൻ അടിച്ചു വാരലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ രാവിലെ നീച്ചാൽ ഞാൻ തന്നെ അടിച്ചു വാരി തുടയ്ക്കാറൊക്കെ. അമ്മ കിച്ചണത്തെ കാര്യം മാത്രം പറ്റിയിരിക്കല്ലേ. അതേപോലെ ഉറങ്ങിയ കോമഡി വയ്യ എനിക്ക്. ഇനി കുളി കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പുറത്ത് ബെഡിൽ വെച്ചെടുത്തു. എന്താണ് അമ്മ മൂക്ക് അമ്മ ഇതൊക്കെ ഞാൻ ഇടും ഉറപ്പാ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചിരിക്കലേന്ന്. ഒന്നല്ലേ മണി ഞാനാണോ അതോ തുഷാണോ ചിരിപ്പിച്ച അല്ലെങ്കിൽ രണ്ടുപേരും എന്നെ ചിരിപ്പിച്ചു? എന്താ ഞങ്ങൾ ഹിരമ്മ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, കുഞ്ഞിവിടെ നോക്ക്, ഇവിടെ ഹായ് പറ എല്ലാവരും. ചിലപ്പോ അവൻ വരികയാണെങ്കിൽ അവനെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാം. അമ്മയ്ക്ക് അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. സത്യം എന്നെ പഠിപ്പിക്ക അത് കറക്റ്റാ. പിന്നെ എന്റെ അനിയൻ മലയാളം മീഡിയത്തിലാണ് പഠിക്കണത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അവനുണ്ട്. കാരണം ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കാണ് മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം ഞങ്ങളെന്നും വാഷിംഗ് മെഷീനിലൊന്നും തുണി ഇടാറില്ല. ഞാനും അമ്മയും കൂടെയാണ് അലക്കാറ്. അപ്പുറത്ത് കല്ലുന്ന് അമ്മ മൂക്കിൻ്റെ ഉള്ളിൽ കൈ കൊണ്ട് ഞാനും അമ്മയും കൂടെയാണ് അലക്കാറ്. പിന്നില് ഞാൻ തിരുമ്പും അമ്മ പിഴിഞ്ഞിടും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ ഇതിനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ നമുക്ക് ഡിന്നർ വേണ്ടത് ഉണ്ടാക്കും. ഡിന്നർ ചില ദിവസം സ്പീച്ചല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഡിന്നറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഹീറോയിനുള്ള ഫുഡൊക്കെ ഞാൻ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ ഡിന്നറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങള് പിന്നെ വീട്ടിലെ ടോയ്ലറ്റിൽ നിങ്ങൾ കഴിക്കാറുണ്ടോ? നാണല്ലേ നിങ്ങളെ മുഖം തന്നെ നോക്കിയിരുന്ന് ചിരിക്കാൻ. കഴുകാനുള്ളതൊക്കെ കഴുകും. അമ്മയ്ക്ക് അധികം ജോലിയൊന്നും ഞങ്ങൾ ആരും കൊടുക്കാറില്ല.
കൊടുക്കാറില്ല. പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങും. പിന്നെ ദിവസം ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എണീക്കും, അമ്മയെ ഹെൽപ്പ് ചെയ്യും, അമ്മയ്ക്കുള്ള ചായ ഒക്കെ വെച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ ഡു കമന്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ.